അടൂർ പ്രകാശ് UDF കൺവീനറിനൊപ്പം ടെലിഫോണിലുണ്ട്. അടൂർ പ്രകാശ്, ഈ ഹാരിസ് ചുറക്കൽ എന്ന ഡോക്ടർ ഉന്നയിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾക്കകത്ത് ചില വസ്തുതകളുണ്ടെങ്കിലും അദ്ദേഹം സർവീസ് ചട്ടം പാലിച്ചില്ല എന്ന കണ്ടെത്തലിലേക്ക് സർക്കാരിന്റെ കമ്മിറ്റി എത്തുകയാണ്. അപ്പോൾ സ്വാഭാവികമായും നടപടി ഉണ്ടായേക്കും. ഇതിനു മുൻപും അങ്ങനെ നടപടികൾ സ്വീകരിച്ച ചരിത്രം സർക്കാരിന് മുമ്പിലുണ്ട്. പറഞ്ഞത് വസ്തുതയാണോ ഇല്ലയോ എന്നുള്ളതല്ല, പറയാൻ ഉപയോഗിച്ച മാർഗം പ്രശ്നമാണെന്നത്. നിങ്ങളതിനെ കാണുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിന് ഇളവ് കൊടുക്കേണ്ടതുണ്ട് എന്നാണോ? നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഉള്ള കാര്യങ്ങൾ, സത്യാവസ്ഥകൾ വിളിച്ചു പറഞ്ഞു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ബലിയാടാക്കുന്നത് ആർക്കും ഭൂഷണമല്ല. അത് മന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം അത് കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞ ഒരു കാര്യമാണ്, അല്ലാതെ സമ്പന്നർക്ക് വേണ്ടി പറഞ്ഞ ഒരു കാര്യമല്ല. സമ്പന്നർക്ക് എപ്പോഴും മറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പോകുവാനും അവിടെ ചികിത്സ നേടുവാനും ഒക്കെ ഉള്ള അവസരമുണ്ട്. പക്ഷേ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം, മെഡിക്കൽ കോളേജിൽ എത്തിച്ചേരുന്ന പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാകുന്നില്ല എന്ന് ഒരു ഡോക്ടർ തുറന്നു പറഞ്ഞതിന് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ജനാധിപത്യ വ്യവസ്ഥയിൽ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് നല്ല സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തതൊക്കെ ഞങ്ങൾക്ക് കേൾക്കാനിടയായി. ആ സർട്ടിഫിക്കറ്റുകൾ കൊടുത്തു എന്നുള്ളത് കൊണ്ട് അർത്ഥമില്ല. അത് അദ്ദേഹത്തെ സൂചിപ്പിക്കാൻ വേണ്ടി മന്ത്രി ഇതൊക്കെ പറയുന്നു എങ്കിലും ഇന്ന് അതിന്റെ റീസൺ പറഞ്ഞുകൊണ്ട് അദ്ദേഹം തുറന്നു പറഞ്ഞു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നടപടി സ്വീകരിക്കാൻ വേണ്ടി പോകുന്നു എന്നറിയുന്നതിൽ നിർഭാഗ്യകരമായ ഒരു സംഭവമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്.